آمين. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى سيدنا محمد. اللهم اصلح ثواب ما قرنا قرآن عظيم. هذه هدية مغسلة ورحمة نازلة وبركة شاملة منا إلى حضرة نبينا محمد المصطفى صلى الله عليه وسلم ثم إلى أرواح المسلمين عامة إنك على كل شيء قدير. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين. اللهم افتح لنا حكمتك وانشر على رحمتك من خزائن رحمتك يا أرحم الراحمين. اللهم افتح لنا أبواب رحمتك يا أرحم الراحمين. اللهم إنا نسألك علما نافعا وعملا متقبلا ورزقا حلالا من رحمتك طويلا. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. സമാരംഭം കുറിച്ചിരിക്കുകയാണ്. ആദരണീയനായ പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ, വലിയാട് ടൗൺ മുസ്ലിം ലീഗ് പ്രസിഡന്റ് പാന്തടി ബാബു അവർ, കോഡൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിൻ്റെ പ്രസിഡന്റ് KN അമീദ് മാസ്റ്റർ, അതുപോലെ വേദിയിലുള്ള MP മുഹമ്മദ്, കോട്ടൂർ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, കോട്ടൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CP സാജി, നാസർ PP, KN ഷാനവാസ്, കോട്ടൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സെക്രട്ടറി, അതുപോലെ തന്നെ കോട്ടൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ പ്രസിഡന്റ് റൌഫ് മാസ്റ്റർ, നമ്മുടെ പ്രിയങ്കരനായ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, മുസ്ലിം ലീഗിൻ്റെ നേതാക്കളെ, ഈ വർഷത്തെ വേദി പരിപാടിയിൽ വിദ്യാഭ്യാസ അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള, വിദ്യാഭ്യാസ അവാർഡുകൾ വാങ്ങാൻ ഈ പരിപാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ എൻ്റെ ഈ ഹരിത രാഷ്ട്രീയത്തിൻ്റെ ഊർജ്ജസ്വലരായ കാരണവന്മാരെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, എല്ലാവർക്കും അറിയാം, എല്ലാ വർഷവും മുസ്ലിം യൂത്ത് ലീഗ് ടൗൺ കമ്മിറ്റി നടത്തി വരുന്ന വേദി പരിപാടിയിലാണ് നാം ഇന്ന് ഒരുമിച്ചിട്ടുള്ളത്. നമുക്കറിയാം, വർഷങ്ങളായിട്ട് മുസ്ലിം യൂത്ത് ലീഗ് വലിയാട് ടൗൺ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേദി നടക്കുകയാണ്. വേദിയിൽ നമ്മൾ ഉയർത്തിപ്പിടിക്കുന്ന മുദ്രാവാക്യം എന്തെന്ന് വെച്ചാൽ ഈ ഹരിത രാഷ്ട്രീയത്തിൻ്റെ വിദ്യാഭ്യാസ നയം തന്നെയാണ്. ഈ സമുദായത്തിൻ്റെ അഭിമാനകരമായ അസ്തിത്വം എന്നതാണ് മുന്നോട്ട് വെച്ചത്. ആ അഭിമാനകരമായ അസ്തിത്വം എന്ന ലക്ഷ്യത്തിലേക്ക് ഒരു ചൂണ്ടുപലക, ഒരു മുഖ്യമായ ചൂണ്ടുപലക വിദ്യാഭ്യാസം തന്നെയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് KM സിദി സാഹിബ്, നമുക്കൊരിക്കൽ പോലും വിസ്മരിക്കാൻ കഴിയാത്ത KM സിദി സാഹിബ്, ബാഫക്കി തങ്ങൾ, പുക്കോയത്തങ്ങൾ, CH പോലുള്ള നേതാക്കന്മാർ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ഉയർത്തിപ്പിടിച്ച ആ മുദ്രാവാക്യം ഞാൻ ആദ്യമായി ഈ പരിപാടിയിൽ വിദ്യാഭ്യാസ അവാർഡുകൾക്ക് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികളെ ഞാൻ വളരെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിക്കുകയാണ്. എന്തായാലും CHൻ്റെ ആ വിളി നമുക്കറിയാം. MSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് യുവജന സംഘടന രൂപീകരിച്ചു. അങ്ങനെ എല്ലാ സംഘടനകൾക്കും വിദ്യാർത്ഥി യൂണിയൻ ഉണ്ടായപ്പോൾ മുസ്ലിം ലീഗിന് എന്തുകൊണ്ടൊരു വിദ്യാർത്ഥി ഫെഡറേഷൻ, എന്തുകൊണ്ടൊരു വിദ്യാർത്ഥി സംഘടന എന്ന ആശയം മറ്റുള്ളവരിൽ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിന് നേതൃത്വം നൽകുകയും ചെയ്ത CH മുഹമ്മദ് കോയ സാഹിബ്. CH മുഹമ്മദ് കോയ സാഹിബ് MSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം രൂപീകരിക്കാൻ വേണ്ടി മുന്നോട്ട് വരുമ്പോൾ അതിൻ്റെ പേര് കേരള സ്റ്റേറ്റ് സ്റ്റുഡൻസ് യൂണിയൻ എന്നോ
സ്റ്റുഡൻറ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നാണ്. അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം നാം ഓർക്കേണ്ടതുണ്ട്. ഈ വിദ്യാർത്ഥികൾ CHന്റെ വിളിക്ക് ഉത്തരം നൽകുക മാത്രമല്ല ചെയ്തത്, ഒരു നേതാവ് വേദനിപ്പിക്കുന്ന, വിദ്യാർത്ഥികളെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒരു വാക്കായിരുന്നു അദ്ദേഹം പറഞ്ഞത്. മലപ്പുറത്തെ വിദ്യാർത്ഥികൾ കോപ്പിയടിച്ചു, എന്താ ആലപ്പുഴയിലെ വിദ്യാർത്ഥികൾ സമാധാനപ്പെടുക എന്നാണ് പറഞ്ഞത്. അതിന് മറുപടിയായിട്ടാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഉന്നത വിജയം. VS അച്യുതാനന്ദ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി, പ്രോത്സാഹനങ്ങൾ നൽകി. ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മളിവിടെ ഇന്ന് വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്യുന്നത് എല്ലാവർക്കും അറിയാം. PP കമ്മു സാഹിബ് അനുസ്മരണ വിദ്യാഭ്യാസ അവാർഡ്, അതുപോലെ കടമ്പോട്ട് നാസർ സ്മാരക വിദ്യാഭ്യാസ അവാർഡ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ മുസ്ലിം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബഹുമാനനായ അധ്യക്ഷൻ പാന്തടി ബാബു, ഈ വേദിയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തുന്ന KL അമീർ മാസ്റ്റർ, ആശംസ പ്രാസംഗികർ CP ഷാജി, KN ഷാനവാസ്, KP അഹമ്മദ് കുട്ടി, TK ബാവാജി, അമീർ അലി, മജലി നാസർ, അബ്ദുസമദ്, വേദിയിലും സദസ്സിലും സന്നിഹിതരായ മുസ്ലിം ലീഗിൻ്റെയും മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും MSFിൻ്റെയും നേതാക്കളെ, കർമ്മഭടന്മാരെ, സഹോദരന്മാർ, നമുക്ക് മുമ്പ് വളരെയധികം പിന്നോക്ക പ്രദേശമായ മലപ്പുറം ജില്ലയിൽ ഇന്ന് നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന ഫലത്തിൻ്റെ ആ ഒരു ഔട്ട്പുട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ലീഗ് വർഷങ്ങൾക്ക് മുമ്പ് കെട്ടിപ്പടിച്ച പ്രസ്ഥാനം ഈ പ്രദേശത്തിൻ്റെ വിദ്യാഭ്യാസ, സാമൂഹിക, സാംസ്കാരിക മുന്നേറ്റങ്ങൾക്ക് വേണ്ടി, പുരോഗതിക്ക് വേണ്ടിയാണ് എത്തിച്ചതെന്നുള്ളത് അതിപ്പോഴാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ SSLC ആവട്ടെ, ഡിഗ്രി ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, മേഖലയിലാവട്ടെ, മെഡിക്കൽ മേഖലയിലാവട്ടെ, എല്ലാ മേഖലയിലും നമുക്ക് എത്തിപ്പിടിക്കാൻ പറ്റുന്ന ഒരു ദൂരത്താണ് നാം എല്ലാവരും എത്തിയിരിക്കുന്നത്. പഠിച്ച് എല്ലാ രീതിയിലുള്ള നല്ല രീതിയിലുള്ള റാങ്കുകൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് നേടാൻ പറ്റുന്നു എന്നുള്ളതാണ് സത്യം. അതിന് വേണ്ടി പിന്നിൽ പ്രവർത്തിച്ച ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലൂടെയാണ് നമ്മുടെ ന്യൂനപക്ഷങ്ങളുടെ, പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും പുരോഗതിക്കും വേണ്ടി, അസ്തിത്വം നിലനിർത്താൻ വേണ്ടി പടുത്തുയർത്തിയ ആ പ്രസ്ഥാനത്തെ ശക്തി പകർന്നുകൊണ്ടും ആ പ്രസ്ഥാനം കൊണ്ടാണ് നമുക്ക് നേട്ടമുണ്ടായത് എന്ന് നാം എല്ലാവരും മനസ്സിലാക്കുകയും ആ പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വിദ്യാഭ്യാസ അവാർഡ് ദാനം നിർവഹിക്കാൻ പോവുകയാണ്. ഈ വിദ്യാർത്ഥികളോട് സൂചിപ്പിക്കാനുള്ളത്, ഈ ഉന്നത വിദ്യാഭ്യാസം പഠിക്കുമ്പോൾ അവർക്ക് നല്ല രീതിയിലുള്ള കോഴ്സ്, അവരുടെ അഭിരുചിക്കനുസരിച്ചുള്ള കോഴ്സ് തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ഇനി നമുക്ക് നമ്മുടെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലുള്ള IAS, IPS, IFS, ITS മേഖലയിലുള്ള ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകളെ കൂടുതൽ അനിവാര്യമാണ്. അത്തരം ആളുകൾ കൊണ്ട് നമ്മുടെ സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ അവരെ വാർത്തെടുക്കുന്നതാണ്, യജ്ഞമാണ്, പ്രവർത്തനമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് മേഖലയിലുള്ള ഉദ്യോഗസ്ഥന്മാരെ വാർത്തെടുത്തുകൊണ്ട് സമുദായത്തിന് സേവനം ചെയ്യാനും ന്യൂനപക്ഷങ്ങളുടെ മുന്നോക്കത്തിന് വേണ്ടി, പിന്നോക്ക ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയത്നിക്കാനും നമ്മുടെ എല്ലാവരുടെയും പ്രയത്നം അള്ളാഹു സ്വീകരിച്ച് നമുക്കതിനു വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും അള്ളാഹുവിൽ നിന്ന് നമുക്കെല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും, ഇവിടെ ഇന്ന് അവാർഡ് ഏറ്റുവാങ്ങുന്ന SSLCയും +2-ലും മെഡിക്കൽ, എഞ്ചിനീയറിംഗ് എൻട്രൻസിലും എല്ലാ റാങ്ക് നേടിയ എല്ലാ വിദ്യാർത്ഥികളെയും അഭിനന്ദിച്ചുകൊണ്ടും ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം അള്ളാഹുവിൻ്റെ നാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ചുകൊണ്ട്
ഞാൻ നിർവഹിച്ചതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിളിക്കുന്ന ആളുകൾ വന്നിട്ട് അവാർഡ് ഏറ്റുവാങ്ങേണ്ടത്. ഇനി നമ്മുടെ ചടങ്ങിൽ നടക്കുന്നത് പി കമർ സാഹിബിനെയും ഉസ്മാനെയും കടമ്പോട്ട് നാസറിനെയും അനുസ്മരിച്ചുകൊണ്ട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ അമിത് മാഷ് പ്രസംഗിക്കുന്നു. അതോടുകൂടി നമ്മുടെ ഈ പൊതുചടങ്ങ് അവസാനിക്കുന്നതും നമ്മുടെ സർഗധാര വേദിയുടെ പരിപാടി ആരംഭിക്കുന്നതുമാണ്. അനുസ്മരണ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി അമിത് മാഷ് അദ്ദേഹം ക്ഷണിക്കുന്നു. Alhamdulillah, wassalatu wassalamu ala alihi wa sahbihi ajma'in. ആദരണീയനായ പാഠ്യാപകങ്ങൾ, വലിയാട് ടൗൺ ലീഗ് കമ്മിറ്റിയുടെ പ്രസിഡന്റും അറിവ് നേടി അതിൻ്റെ കരുത്ത് തെളിയിച്ച അവാർഡ് ഏറ്റുവാങ്ങിയ വിദ്യാർത്ഥിനികളെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഞാൻ എൻ്റെ അനുസ്മരണ പ്രഭാഷണം അവസാനിപ്പിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. ഏതാനും 1-2 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ സ്റ്റേജിൽ കമ്മു സാഹിബിൻ്റെ അടുത്ത അനുയായികളായ റഹ്മാൻ തായിലങ്ങാടിയെ പോലെയുള്ള നേതാക്കളെ കൊണ്ടുവന്ന് നമ്മൾ ഒരനുസ്മരണം നടത്തിയതാണ്. കമ്മു സാഹിബിൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു തുറന്ന പുസ്തകമായിരുന്നു എന്ന് നമുക്കറിയാം. രാഷ്ട്രീയം കൊണ്ട് ഒന്നും നേടാൻ ആഗ്രഹിക്കാത്ത ആയിരങ്ങളിൽ ഒരാളായിരുന്നു കമ്മു സാഹിബ്. ജീവിക്കാൻ മറന്നുപോയ, ഭാര്യയെ മറന്ന, മക്കളെ മറന്ന, മുസ്ലിം ലീഗിനെ മാത്രം സ്നേഹിച്ച കമ്മു സാഹിബ് എല്ലാ സ്ഥാനമാനങ്ങളും തൻ്റെ പാദത്തിനുള്ളിൽ ഉണ്ടായിരുന്നിട്ടും സന്തോഷത്തോടു കൂടി അത് തിരസ്കരിച്ച കമ്മു സാഹിബ് മുസ്ലിം ലീഗിൻ്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും വാക്കുകൊണ്ടും തൂലിക കൊണ്ടും മുസ്ലിം ലീഗ് നിലനിർത്താൻ വേണ്ടി കഠിനാധ്വാനം ചെയ്ത കമ്മു സാഹിബ് തൻ്റെ സമ്പാദ്യവും തൻ്റെ ആയുസ്സും
തൻ്റെ ജീവിതവുമെല്ലാം ഈ ഒരു സംഘടനയ്ക്ക് വേണ്ടി അർപ്പിച്ച കമ്മു സാഹിബ്, ആ കമ്മു സാഹിബിൻ്റെ അടുത്തെത്താൻ, അതിൻ്റെ നാലയലത്തെത്താൻ നമുക്കാർക്കും സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല. കമ്മു സാഹിബ് ഒരു പ്രസ് തുടങ്ങി. ആ പ്രസ്സിൽ സാധാരണ നോട്ടീസ് അടിക്കാനും വാൾ പോസ്റ്റ് അടിക്കാനും പൈസ കൊടുക്കേണ്ടതില്ലാത്ത ഒരവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ പൈസ കൊടുക്കാറില്ല. അതൊരു ബൈത്തുൽ മാലിൻ്റെ സ്വത്ത് പോലെ ഏത് ലീഗുകാരനും എന്ത് നോട്ടീസും എന്ത് വാൾ പോസ്റ്റും അവന് പറയുന്ന സമയത്ത് അടിപ്പിക്കാൻ അവകാശമുള്ള, സ്വാതന്ത്ര്യമുള്ള ഒരു മുസ്ലിം ലീഗ് പ്രസിന്റെ ഉടമസ്ഥനായിരുന്നു കമ്മു സാഹിബ്. കമ്മു സാഹിബിനോട് അന്നത്തെ കാലത്ത് ഇടപാടില്ലാത്ത ഒരു മുസ്ലിം ലീഗിന്റെ ഭാരവാഹി ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അനുഭവം. ചെറുപ്പം തൊട്ട്, പിച്ച വെച്ച കാലം തൊട്ട് എന്ന് പറയുന്നത് ശരിയല്ലെങ്കിലും വളരെ ചെറുപ്പം തൊട്ട് തന്നെ മുസ്ലിം ലീഗിനെ മനസ്സിലാക്കി പ്രവർത്തിച്ച ഒരു ഉത്തമ വ്യക്തിത്വമായിരുന്നു ബഹുമാന്യനായ കമ്മു സാഹിബ്. എൻ്റെ നാട്ടിൽ ഒരു എലിക്കോട്ടിൽ മുഹമ്മദ് സാഹിബ് ഉണ്ടായിരുന്നു. തീയാ മാമാക്കാന്നാണ് ഞങ്ങൾ പറയാം. അയാൾ മരിച്ചു പോയിട്ട് വർഷങ്ങളായി. അയാളെടുത്ത് നമ്മൾ ഈ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം കേൾക്കാൻ വേണ്ടി അയാളെടുത്ത് പോയിരുന്നാൽ അയാൾ പറയാ, കമ്മു എന്നുകൂടെ ലീഗ് നടത്തിയെന്നാ പറയാ. വല്യാട്ടിൽ നിന്ന് പെരിന്തൽമണ്ണ വരെ നടന്നുപോയി യോഗത്തിൻ്റെ കത്ത്, മലബാർ ഡിസ്ട്രിക്ട് ബോർഡിൻ്റെ ഇങ്ങനെയുള്ള യോഗങ്ങളുടെ കത്തൊക്കെ നടന്നു കൊടുക്കുന്ന ഒരു മുസ്ലിം ലീഗിൻ്റെ സഞ്ചരിക്കുന്ന വാഹനമായിരുന്നു പി കമ്മു സാഹിബ്. പ്രതിഫലം മോഹിച്ചിട്ടില്ല. കമ്മു സാഹിബിന് എല്ലാവിധ പവറും മുസ്ലിം ലീഗിനുണ്ടായിരുന്നു. കമ്മു സാഹിബിന് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ വെട്ടി തുറന്ന് പറയാനുള്ള ചങ്കൂറ്റ കമ്മു സാഹിബിനുണ്ടായിരുന്നു. അതിൻ്റെ പിന്നിൽ വരുന്ന പ്രതിസന്ധികളെക്കുറിച്ചോ അതുകൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ചോ കമ്മു സാഹിബ് ചിന്തിക്കാറുണ്ടായിരുന്നില്ല. തനിക്ക് നേരെന്ന് തോന്നുന്ന കാര്യം ഏതൊരു നേതാവിൻ്റെ മുന്നിലും കൂസാതെ നട്ടെല്ല് നിവർത്തിക്കൊണ്ട് പറയാൻ കമ്മു സാഹിബിന് സാധിച്ചിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിച്ചതെന്ന് ചോദിച്ചാൽ, കമ്മു സാഹിബ് ലീഗിന് അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ. ലീഗിൽ നിന്ന് കമ്മു സാഹിബ് ഒന്നും തിരിച്ചു വാങ്ങിയിട്ടില്ല. അങ്ങനത്തെ ഒരാളപ്പോൾ കാണാൻ സാധിക്കുമോ നമുക്ക്? നമ്മൾ ഒരുപാട് കുറവുകളും കുറ്റങ്ങളും കമ്മു സാഹിബിനെ കുറിച്ച് നമുക്കുണ്ടായിരുന്നു. പക്ഷേ കമ്മു സാഹിബിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മുസ്ലിം ലീഗിനെ കാണാൻ നമ്മൾ പലർക്കും സാധിച്ചിട്ടില്ല. മുസ്ലിം ലീഗിൽ മുതലാളിമാരൊരു ഭാഗത്തും പാവപ്പെട്ട ഒരു ഭാഗത്തും കൊണ്ട് വലിയൊരു പിളർപ്പ് മുസ്ലിം ലീഗിനുണ്ടായപ്പോൾ പണക്കാരെല്ലാം മുസ്ലിം ലീഗിന്റെ ശത്രുക്കളായി എതിർ ചേരിയിലായിരുന്നിട്ട് പോലും CH മുഹമ്മദ് കോയ സാഹിബിന്റെ നാവും കമ്മു സാഹിബിന്റെ തൂലികയുമാണ് ഈ സംഘടനയെ പിടിച്ചു നിർത്തിയത് എന്ന് പറഞ്ഞാൽ തെറ്റില്ല. അതാണ് ഇതിന്റെ ശരി. അല്ലെങ്കിൽ അന്ന് അഖിലേന്ത്യാ ലീഗ് വലിയൊരു ശക്തിയായി മാറുമായിരുന്നു. ഈ ഭവിഷ്യത്ത് കണ്ടറിയാൻ CHന് സാധിച്ചതുപോലെ കമ്മു സാഹിബിന് സാധിച്ചു. അണിയറയിൽ കമ്മു സാഹിബ് തന്റെ തൂലിക ചലിപ്പിച്ചത് കൊണ്ടാണ് ആ പിളർപ്പ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ രൂപത്തിൽ പാർട്ടിയുടെ അനുയായികളെ പാർട്ടിയിൽ തന്നെ പിടിച്ചു നിർത്താൻ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിൽ നിന്നുള്ള പ്രാർത്ഥനയും ശ്രമവും CH മുഹമ്മദ് കോയ സാഹിബിന്റെ പ്രസംഗവും കമ്മു സാഹിബിന്റെ തൂലികയുമാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ യാതൊരു പോറലും ഏൽപ്പിക്കാതെ ആ പിളർപ്പിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്ന് ആധികാരികമായി തന്നെ ഞാൻ പറയുകയാണ്. അതാണ് അതിൻ്റെ വസ്തുത. അവസാനം തെറ്റ് മനസ്സിലാക്കി അവരെല്ലാം നമ്മുടെ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരികയും ചെയ്തു. 980 ഒരു വെടിവെപ്പുണ്ടായി.
980 ഒരു വെടിവെപ്പ് ഉണ്ടായപ്പോൾ ആയിരക്കണക്കിന് ആളുടെ പേരിലാണ് കേസ് വന്നത്. ഭാഷാപ്രശ്നത്തിനുണ്ടായ വെടിവെപ്പ് നമുക്കൊക്കെ അറിയുന്നതാണ്. അതിലൊരു കേസ് വന്നപ്പോഴും അതിൽ പങ്കെടുക്കുകയും യൂത്ത് ലീഗിൻ്റെയും മറ്റൊക്കെ ഭാരവാഹിത്വം വഹിക്കുകയും ചെയ്യുന്ന ഞങ്ങൾ ആരും കേസിൽ പ്രതികളായിരുന്നില്ല. ആദം നബി മുതൽക്ക് ആയിരത്തിലധികം ആളുകൾക്ക് പ്രതികളായുള്ള കേസ് വന്നപ്പോഴേ 100ന്റെ താഴെയുള്ളൊരു പ്രതിയായിട്ട് കമ്മു സാഹിബ് അതിനുണ്ടായിരുന്നു. അതായത് കമ്മു സാഹിബ് മുസ്ലിം ലീഗിൻ്റെ ശത്രുക്കള് പകപോക്കാൻ വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണോ ചെയ്യുന്നത് അതിലെല്ലാം ഒരു പങ്ക് കമ്മു സാഹിബിനുണ്ടായിരുന്ന ദിവസം. അങ്ങനെ ആ കേസിൽ പ്രതിയായിരുന്നിട്ടും താൻ പ്രതിയായ കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാതെ അവിടെ കേസിൽ പെട്ട ആളുകളെ ജാമ്യമെടുക്കാനും അവർ ആശുപത്രിയിൽ ചികിത്സ നടത്താനും തൻ്റെ മാപ്പിളനാട് ഓഫീസ് മലപ്പുറം കോട്ടപ്പടിയിൽ അവിടെ ഒരു കേടുവന്ന ഒരു ടൈപ്പ് റൈറ്ററുണ്ട്, കമ്മു സാഹിബുണ്ട്. അവിടെ ഇരുന്നു കൊണ്ട് രാവും പകലുമില്ലാതെ ഈ അശരണർക്ക് ആശ്വാസം എത്തിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് കമ്മു സാഹിബ് നടത്തിയിരുന്നത്. കുറ്റിപ്പുറത്ത് കമ്മു സാഹിബിന് ഒരു പ്രസ് ഉണ്ടായിരുന്നു. എനിക്കൊന്നും വലിയ ഓർമ്മയില്ല, നമ്മുടെ കാരണവന്മാർക്കറിയാം. ആ പ്രസ്സിൽ നിന്ന് തൻ്റെ സ്കൂട്ടറിൽ വീട്ടിലേക്ക് വരുമ്പോഴാണ് കമ്മു സാഹിബിന് അപകടം സംഭവിച്ചത്. കാലിൻ്റെ മുട്ടിൻ്റെ താഴെയുള്ള അല്ലെങ്കിൽ അരക്ക് താഴെയുള്ള എല്ലിൻ്റെ ഒരു ഭാഗം ബാക്കിയില്ലായിരുന്നു. അത്രയും ഞൊരുമ്പിയ രൂപത്തിൽ ആക്സിഡന്റ് പറ്റി. കമ്മു സാഹിബ് വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ കമ്മു സാഹിബിനെ കാണാൻ വേണ്ടി വന്നിരുന്നത് മലപ്പുറം ജില്ലയുടെ കോണുകളിലുണ്ടായിരുന്ന നേതാക്കളായിരുന്നില്ല. കേരള സംസ്ഥാനത്തിൻ്റെ അങ്ങേയറ്റത്ത് കാസർഗോട്ടുള്ള കല്ലട്ര അബ്ദുൽ ഖാദർ ഹാജി തുടങ്ങിയ നേതാക്കന്മാരാണത് കമ്മു സാഹിബിനെ കാണാൻ വേണ്ടി ഇവിടെ വന്നിരുന്നത്, അവർക്ക് വേണ്ട ഒത്താശ ചെയ്തിരുന്നത്. മുസ്ലിം ലീഗിൻ്റെ എല്ലാ ആളുകളും കഴിയുന്നതെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിലും പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യങ്ങളില്ല. ആ കമ്മു സാഹിബ് ആക്സിഡന്റ് പറ്റി വീട്ടിലിരിക്കുമ്പോഴാണ് മാപ്പിളനാടിൽ തളിക്ഷേത്രവുമായി ബന്ധപ്പെട്ട ലേഖനം എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ കമ്മു സാഹിബിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. നിങ്ങൾ ആലോചിച്ച് നോക്കണം, പരിക്ക് പറ്റി വീട്ടിലിരിക്കുമ്പോഴും മുസ്ലിം ലീഗിന് വേണ്ടി തൻ്റെ തൂലിക ചലിപ്പിച്ചത് കൊണ്ട് പോലീസിൽ കേസ് വന്നു. കേസിൽ അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്ത് ഇവിടുന്ന് കൊണ്ടുപോയി. സന്തോഷത്തോടുകൂടി അറസ്റ്റ് സ്വീകരിച്ചു. കമ്മു സാഹിബിൻ്റെ ഓരോ ദിവസത്തെ ചരിത്രം എടുത്തു നോക്കിയാലും ഓരോ കാലഘട്ടത്തിലെ ചരിത്രം എടുത്തു നോക്കിയാലും കമ്മു സാഹിബിൻ്റെ ജീവിതം മുഴുവനും മുസ്ലിം ലീഗിന് വേണ്ടി ത്യജിച്ചിരുന്നു. നിങ്ങൾക്കറിയാം, കമ്മു സാഹിബ് ഒന്നും സമ്പാദിച്ചിട്ടില്ല. തൻ്റെ മക്കളൊക്കെ ഭാവി ജീവിതത്തിന് വേണ്ടിയിട്ട് യാതൊന്നും ഉണ്ടാക്കിയിട്ടില്ല. വലിയാട് ഉള്ള എല്ലാ ആളുകൾക്കും അറിയാം, കോടൂർ പഞ്ചായത്തുകൾക്കും അറിയാം. കമ്മു സാഹിബ് മുസ്ലിം ലീഗിനെ നോക്കിയപ്പോഴേക്കും കുടുംബം മറന്നുപോയി, മക്കളെ മറന്നുപോയി, ബന്ധുക്കളെ മറന്നുപോയി. മുസ്ലിം ലീഗിനെ മാത്രമാണ് കമ്മു സാഹിബ് സ്നേഹിച്ചത്. കമ്മു സാഹിബിന് മുസ്ലിം ലീഗിൻ്റെ എല്ലാ മേഖലകളിലും ഓരോ കസേര ഉണ്ടായിരുന്നു. ആ കസേര ഒഴിഞ്ഞു കിടക്കുകയല്ലാതെ ഒരിക്കലും കമ്മു സാഹിബ് ആ കസേരയിലിരിക്കാൻ ശ്രമിച്ചിട്ടില്ല. പലപ്പോഴും ഈ പഞ്ചായത്തിലെ ബ്ലോക്ക് പഞ്ചായത്തിലേക്കും വാർഡുകളിലേക്കും അദ്ദേഹത്തിന് മത്സരിപ്പിക്കാൻ വേണ്ടി നിരന്തരമായി നമ്മൾ ശ്രമിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ രൂക്ഷമായ ശകാര വാക്കുകൾ കേൾക്കേണ്ടി വരികയല്ലാതെ ഒരിക്കലും അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. അദ്ദേഹം അത് ആഗ്രഹിച്ചിട്ടില്ല. അദ്ദേഹം മുസ്ലിം ലീഗിനെയാണ് സ്നേഹിച്ചിരുന്നത്, മുസ്ലിം ലീഗിൽ ഉണ്ടാകുന്ന സ്ഥാനത്തെ ആയിരുന്നില്ല. ഇങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ, എത്രയോ കാര്യങ്ങൾ പറയാറുണ്ട്. എനിക്ക് കമ്മു സാഹിബിനെ കുറിച്ച് 100%-ൽ 5% പോലും എനിക്ക് കമ്മു സാഹിബിനെ കുറിച്ച് അറിയുകയില്ല. ഇങ്ങനെ എടുത്തു നോക്കിയാൽ എന്നേക്കാൾ അറിയുന്ന ഒരുപാട് കാരണവന്മാരുണ്ട്. ആ കമ്മു സാഹിബിൻ്റെ പാത പിന്തുടരുക മാത്രമാണ് നമുക്ക് പാർട്ടിയിൽ നമുക്ക് ചെയ്യാനുള്ളത്. ആ കമ്മു സാഹിബിൻ്റെ കുടുംബത്തിന് ആശ്വാസം നൽകുകയാണ് നമുക്ക് ചെയ്യാനുള്ളത്. അത് നമ്മുടെ കുടുംബമാണ്, അവർ നമ്മുടെ മക്കളാണ്. അത് നിങ്ങൾക്കെല്ലാം ഓർമ്മയുണ്ട്, നമുക്ക് ഓർമ്മയുണ്ടാകണം എന്നാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. സർവശക്തനായ അള്ളാഹു PP കമ്മു സാഹിബിൻ്റെ കബറിടം സ്വർഗത്തോപ്പാക്കി മാറ്റട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അദ്ദേഹത്തെയും നമ്മയും അവൻ്റെ സ്വർഗപ്പൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കമ്മു സാഹിബിനെ കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, ഇത്രയും പറയുകയാണ്.
അദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ഒരു വിറക്കുന്ന കാലുകളോട് കൂടിയേ ഇവിടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അത്രയധികം മുസ്ലിം ലീഗിനെ സ്നേഹിച്ച ഒരു വ്യക്തിയാണ്. തൻ്റെ കരൾ പറിച്ചു കൊടുക്കണം മുസ്ലിം ലീഗിനെന്ന് പറഞ്ഞാൽ പോലും പറിച്ചു കൊടുക്കാൻ തയ്യാറായിരുന്ന കമ്മു സാഹിബായിരുന്നു നമുക്കുണ്ടായിരുന്നത്. ആ കമ്മു സാഹിബാണ് നമ്മോട് ഇവിടെ പറഞ്ഞത്. പിന്നീടൊന്ന് നമ്മുടെ ഉസ്മാനാണ്. ചാപ്പനങ്ങാടി ഹൈസ്കൂളിൽ MSF കെട്ടിപ്പടുത്ത് MSFന് അസ്ഥിവാരമിടുകയും ഈ വലിയാട് പ്രദേശത്ത് റിലീഫും യൂത്ത് ലീഗും ഒക്കെ നടത്തിയിരുന്ന നമ്മുടെ ഉസ്മാൻ. ആ ഉസ്മാൻ നമ്മോട് വിട പറഞ്ഞിട്ട് വർഷങ്ങളായി. ആ ഉസ്മാൻ്റെ പേരിൽ നമ്മൾ അവാർഡുകൾ കൊടുക്കാൻ തുടങ്ങിയിട്ടും വർഷങ്ങളായി. ആ ഉസ്മാൻ്റെ നല്ല പ്രവർത്തനങ്ങൾ നമുക്ക് സ്മരിക്കാം. ആ ഉസ്മാനും സർവശക്തനായ അള്ളാഹു മൗഫറത്തും മർഹമത്തും നൽകി അവൻ്റെ സ്വർഗപുങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മളെ നാസറിൻ്റെ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് വിഷമവും വേദനയും തോന്നുകയാണ്. എൻ്റെ കൺമുമ്പിൽ നാസറിനെ ഞാനിങ്ങനെ കോടൂർ പഞ്ചായത്ത് ഓഫീസിൽ ഇങ്ങനെ നിൽക്കുന്നത് കാണുകയാണ്. ഇപ്പോഴും ഒരു വർഷമായോ എന്നെനിക്ക് സംശയം തോന്നുകയാണ്. ഗൾഫിക്ക് പോകുന്നതിന് മുമ്പ് 1.5 ഇടവിട്ട് അവൻ പഞ്ചായത്ത് ഓഫീസിൽ വന്നിരുന്നു. ഒരു പത്രം തുടങ്ങണം, ഒരു പ്രസ് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടലാസ് ശരിയായിട്ടില്ല എന്ന് പറഞ്ഞ് മാഷെ ഒരുപാട് അസുഖങ്ങളുണ്ട്, വാളുവിന് എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ട്, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പാർട്ടിയുടെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞ് എപ്പോഴും ബേജാറുള്ള നമ്മുടെ നാസർ എനിക്ക് ഓർക്കാൻ പോലും കഴിയുന്നില്ല. ഞാൻ ആകെ തരിച്ചു പോവുകയാണ് നാസറിനെ കുറിച്ച്. ആ നാസർ മരിച്ചുപോയി എന്ന് എനിക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. അതായിരുന്നു നാസർ. നമ്മുടെ യൂത്ത് ലീഗിൻ്റെ ഈ വാർഡിൻ്റെ സെക്രട്ടറി ആയിരുന്നു. അതായത് മുസ്ലിം ലീഗിൽ എന്തെങ്കിലും ഒരു പോറൽ പറ്റുന്ന പറയുമ്പോഴത്തേന് ബേജാറാകുന്ന നാസർ. മുസ്ലിം ലീഗിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറുള്ള നാസർ. അങ്ങനെയുള്ള നല്ല നല്ല പ്രവർത്തകർ, ആത്മാർത്ഥതയുള്ള പ്രവർത്തകർ നമ്മളോട് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്. ഈ വലിയാടിൽ മുസ്ലിം ലീഗിന് ഇത്ര അനുയായികളെ പിടിച്ചു നിർത്തുന്നതിൽ ഈ പറഞ്ഞ 3 ഉന്നത വ്യക്തിത്വങ്ങൾ, വെട്ടിത്തിളങ്ങുന്ന താരങ്ങൾ വഹിച്ച പങ്ക് നമ്മൾ ഇപ്പോഴാണ് അറിയുന്നത്. അവർ വിടവാങ്ങിയപ്പോഴാണ് അവരുടെ സ്ഥാനവും മുസ്ലിം ലീഗും യൂത്ത് ലീഗും MSFും STUവും നിലനിർത്തുന്നതിൽ അവർ വഹിച്ച പങ്കും നമ്മളിപ്പോഴാണ് നമ്മൾ ഓർത്തു പോകുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. എത്ര പറഞ്ഞാൽ അവരെക്കുറിച്ച് ഒന്നുമാകുന്നില്ല. അവരെല്ലാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കാതെ പാർട്ടിയെ സേവിച്ചവരാണ്. നമുക്കും അതുമാത്രമാണ് ചെയ്യാനുള്ളത്. സ്ഥാനമാനങ്ങൾക്ക് പിറകെ പോവാതെ ഈ പ്രസ്ഥാനം നിലനിൽക്കേണ്ടത് ഇന്ത്യയിലെ ന്യൂനപക്ഷത്തിനും വിശിഷ്യ കേരളത്തിലെ മുസ്ലിം മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ഇത് കെടാതെ ഈ കൈത്തിരി നമ്മൾ കൊണ്ടുപോയില്ലെങ്കിൽ പിന്നോക്ക അധസ്ഥിത വിഭാഗത്തിന്റെ ഭാവി ഇരുളിലാകുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും മറന്നുകൊണ്ട് ഈ സംഘടനയെ കെട്ടുറപ്പോടെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ നേതാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് ഒരു പാഠമാകട്ടെ, നമുക്ക് മാതൃകയാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സർവശക്തനായ അല്ലാഹു ഈ ലോകത്തും നമ്മയും അവരെയും രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഹിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദി 2012 എന്ന നമ്മുടെ പ്രോഗ്രാം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷ വഹിച്ച പാന്തൊടി ബാപ്പു ആക, അതുപോലെ തന്നെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച അമീദ് മാസ്റ്റർ, അതുപോലെ തന്നെ വേദിയിലിരിക്കുന്ന നമ്മുടെ നേതാക്കന്മാരായ എല്ലാവർക്കും, അതുപോലെ തന്നെ ഈ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി എത്തിച്ചേർന്ന എല്ലാ നാട്ടുകാരെയും ഒറ്റവാക്കി നന്ദി പറഞ്ഞുകൊണ്ട് അധ്യക്ഷൻ്റെ അനുമതിയോടുകൂടി ഈ പരിപാടി ഇവിടെ പിരിച്ചുവിട്ടതായി അറിയിക്കുന്നു. നിങ്ങളെല്ലാവരും ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന വിഷൽ നൈറ്റ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ വേദിയിൽ അരങ്ങേറുന്നതാണ്. പ്രിയമുള്ള എൻ്റെ പ്രിയപ്പെട്ട കലാസ്നേഹികളെ എല്ലാവർക്കും ഉണ്ട് നമസ്കാരം. എല്ലാവരും നല്ലൊരു കൈയടിയാരാവും ആദ്യം. താങ്ക് യു. എന്തായാലും നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ വലിയൊരു മഹത്വമാർന്ന ഈ വലിയൊരു വേദി നമ്മളെല്ലാവരും സ്വീകരിച്ച മുസ്ലിം ലീഗിൻ്റെ ഈ ഒരു മഹത്വമാർന്ന ഈ വേദിയിൽ എനിക്കൊരു അവസരം നൽകിയ നിങ്ങളോടും
സർവശക്തനായ അള്ളാഹുവിനോടും ഞാൻ സ്തുതി പറയുന്നു. ഈ വലിയൊരു വേദിയിലേക്ക് ഒരു അവസരം തന്നത് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാവരും എന്നെ അറിയാതിരിക്കാം, എന്നെ നിങ്ങൾക്ക് കൂടുതലൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ഇവിടെ പരിചയപ്പെടുത്തലൊക്കെ കഴിഞ്ഞു. എന്തായാലും നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ ഒത്തിരി ഗായികമാരും എല്ലാവരും ഉണ്ട്. പക്ഷെ അതിലൊന്നും തന്നെ ഞാൻ അവരെ പോലെ തുല്യമായി പഠിച്ചും ജീവിച്ചും ഒന്നും തന്നെ വന്നതല്ല. എൻ്റെ സ്വയം പ്രയത്നം കൊണ്ട്, ചെറിയ പഠിച്ചവൻ്റെ കുറച്ച് അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഇങ്ങനെയുള്ള വേദികൾ എനിക്ക് കിട്ടുന്നത്. ഇതുപോലുള്ള വേദികൾ മാത്രമാണ് എനിക്ക് ആകെ സന്തോഷവും മനസ്സിന് നല്ല സുഖവും തരുന്ന ഒരു വേദികൾ. പ്രസവിച്ച് 15-ാം ദിവസം മുതൽ 18 വയസ്സ് വരെയും ഞാൻ കരഞ്ഞുകൊണ്ട് ജീവിച്ചാണ്. കാരണം കൈയിൻ്റെയും കാലിൻ്റെയൊക്കെ എല്ലുകൾ പൊട്ടിയിട്ട് തുടങ്ങിയിട്ട് ഒരുപാട് വിഷമിച്ച് കഴിഞ്ഞ ഒരാളാണ്. ഇപ്പോൾ എനിക്കൊരു ഭാര്യയുണ്ട്, അതിലൊരു കുഞ്ഞുമുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഇതുപോലുള്ള ഓരോ വേദികളും എൻ്റെ പാട്ടുകളുമാണ്. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും മാത്രമാണ്. അതെപ്പോഴും എനിക്ക് ഉണ്ടാവണം എന്ന് ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് യാചിച്ചു ഞാൻ പറയുകയാണ്. എന്തായാലും എല്ലാ പ്രോത്സാഹനവും അനുഗ്രഹം എല്ലാം ഉണ്ടാവണം. അത് ആദ്യമായി നല്ലൊരു പാട്ടോടുകൂടി തുടങ്ങും. ഓക്കെ, ഒരു കഴിയടെ ഒന്ന് ഉഷാറായിട്ട് തരില്ല. താങ്ക് യു.
ഇരിക്കണ എല്ലാവരും കാരണം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ ചന്ദ്രൻ അവകാശങ്ങൾ നേടിയെടുക്കാൻ പാടും എന്റെ മുത്തുശിഹാബിൻ നെഞ്ചിൽ വിരിച്ചതുമന്ന പതാക. മുസ്ലിം ലീഗ് അതിന്റെ സാമൂഹ്യ പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. ഇന്ന് അതിന്റെ ശാഖാ കമ്മിറ്റികൾ ഓരോ പ്രദേശങ്ങളിൽ നിന്നും വിവിധ മത്സര പരീക്ഷകളിൽ ഉയർന്ന മാർക്ക് വാങ്ങിയ മിടുക്കന്മാരെയും മിടുക്കിമാരെയും ആദരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചടങ്ങിലാണ് നമ്മളുള്ളത്. മുസ്ലിം ലീഗിന്റെ നിരവധി ഗാനങ്ങളും ഒട്ടനവധി മാപ്പിള ഗാനങ്ങളും ഈ വേദിയിൽ ആലപിക്കുന്നു. അടുത്തതായി മാപ്പിളപ്പാട്ടിന്റെ സുൽത്താൻ മൂസ എരഞ്ഞോളി സാഹിബ് ആലപിച്ചുണ്ടാക്കിയ മെസിനിയിലെ രാജ്യങ്ങൾ നൽകുന്ന മനോഹരമായ മാപ്പിളഗാനത്തിന്റെ വേദിയിൽ ശബ്ദം നൽകുന്നു. ഒട്ടനവധി പ്രൊഫഷണൽ ഗാനമേള വേദികളിലും സംഘടനാ രാഷ്ട്രീയ ഗാനമേള വേദികളിലും ഗാനാലാപനം ശ്രദ്ധ നേടിയ അനുഗ്രഹീതനായ കലാകാരൻ സ്വാഗതം ചെയ്യാം മിസ്റ്റർ ഷിഹാബ്. മനോഹരമായ മാപ്പിളഗാനത്തിന്റെ വേദിയിൽ ശബ്ദം നൽകുന്നു.
സന്തോഷം. വരാന്ന് പറഞ്ഞിട്ട് ലീഗിൽ വരാതിരിക്കരുത്. അങ്ങനെയൊന്നും വരാതിരുന്നാലോ എന്റെ പരാതി തീരുല. കയ്യടി എന്ന് പഠിക്കുന്നത് അല്ലെങ്കിൽ
കരയാനും പറയാനും മനം തുറന്നീരക്കാനും നീയല്ലാതാരുമില്ല കോലേ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ കരയാനും പറയാനും മനം തുറന്നീരക്കാനും നീയല്ലാതാരുമില്ല കോലേ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ നേരെന്തെന്നറിയാതെ പിഴച്ചു ഞാൻ നടന്നേ നീ വഴികാട്ടി പിഴവെല്ലാം പൊറുത്തിടണേ നീറുന്ന മനസ്സിൽ നീ കുളിർ വീശിത്തരണേ നിഹമത്തും റഹമത്തും നിരക്കണ്ടേ പാരാനേ പരമദയാപരനായൊരു സുബ്ഹാനേ എൻ കൽവിനുള്ളിൽ പടരും വേദന തീർക്കി നിറയുവാനേ അല്ലാഹുവല്ലാതാരുമില്ലൊരു രക്ഷയെനിക്ക് ആദിയോലെ എനിക്ക് കരയാനും പറയാനും മനം തുറന്നീരക്കാനും നീയല്ലാതാരുമില്ല കോലേ എൻ്റെ കരടിൻ്റെ ഒരു കണ്ണൽ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ ആകാശം ഭൂമിയെല്ലാം പാടേത്ത് നീ ഭരിച്ച് അളവറ്റോരത്ഭുതങ്ങൾ അവയിൽ നീ വിളിച്ച് എല്ലാം കുതിരത്തിൻ കരങ്ങളാ ചാലിച്ച് കല്ലാക്കി കതിരതിട്ടെന്റെ മനം തുടിച്ച് ഇത്തിര ആനന്ദഗോലങ്ങൾ ഈ ദുനിയാവിൽ കണ്ണിരു കാണാത്തായിരം തന്ത്രങ്ങൾ എല്ലാം അമൈത്ത് പോയിടും പിരിയോരല്ല ആരും പോയി ഭയമല്ല കരയാനും പറയാനും മനം തുറന്നീരക്കാനും നീയല്ലാതാരുമില്ല കോലേ എൻ്റെ കരളിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ ഓരോരോ വീട്ടിലെ ആയുസ്സെന്നും കുറയും ഓർക്കുമ്പോൾ മനതാരിൽ ഭയം വന്നേ നിറയും മനുഷ്യ സഭയിൽ ഞാൻ ഒരിക്കൽ ചെന്നണയും മുന്നാലെ സ്വർഗത്തിലൊരിടം തന്നെ തന്നിരു വെളിച്ചം കാണിക്കും ഇടനാഥ കൽവിൽ നീ മാനത്തിൽ നടത്തി കരയാനും പറയാനും മനം തുറന്നീരക്കാനും നീയല്ലാതാരുമില്ല കോലേ എൻ്റെ കരടിൻ്റെ ഒരുക്കങ്ങൾ അറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെൻ്റെ തമ്പുരാനേ കരയാനും പറയാനും മനം തുറ
സാഹിബിനെ കുറിച്ചുള്ള പാട്ട് പാടാതെ നിങ്ങളോട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ബാപ്പുക്ക സ്റ്റേജിന്റെ ബാക്കിലിരുന്ന് കുത്തിക്കുരിശുണ്ടാക്കിയ ഈ ഗാനമാണ് ഇത്. നമ്മുടെ മുസ്തഫ വസക്കിയാർ നിങ്ങളിവിടെ ഇട്ട നേരത്തെ കേസറ്റിൽ പാടിയിട്ടുണ്ട്. തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ശ്രദ്ധിക്കുന്നു. Thank you.